തോൽവി മണക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. തോൽവി മണക്കുന്നു. 10,000-ലധികം വോട്ടുകൾക്ക് ബാലഗോപാലിന് കേവലം 143 വോട്ട് മാത്രം ലീഡ്. ബാലഗോപാലിന് കേവലം 143 വോട്ട് മാത്രം ലീഡ്. പക്ഷെ നെടുമങ്ങാട് GR അനിൽ ഏതാണ്ട് വിജയിച്ചു കയറുമെന്ന് ഉറപ്പിക്കുകയാണ്. 5000 ആകെ വോട്ടാണ് നമ്മള് ലീഡായിട്ട് പറഞ്ഞത്. 3 റൗണ്ടിൽ അല്ലേ? 3 റൗണ്ട് ലീഡാണ്. പക്ഷെ ലീഡാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ 1397 വോട്ടുകൾക്ക് ലീഡ്. നജീബ് കാന്തപുരം ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം ഏതാനും വോട്ടുകൾക്ക് മാത്രം 38 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ച നജീബ് കാന്തപുരം ഇത്തവണ വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് 2000 കടന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് 2000 കടന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പാറശാലയിൽ CK ഹരീന്ദ്രൻ 3459 വോട്ടുകൾ ലീഡ് ചെയ്യുന്നു. പാറശാലയിൽ കോവളത്ത് വിൻസെന്റ് 3857 വോട്ടുകൾ ലീഡ് ചെയ്യും. തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച നജീബ് കാന്തപുരം ഏതാണ്ട് 10,000 വോട്ടുകളുടെ മേൽക്കൈ നേടുന്നു എന്നതാണ്. 37-38 വോട്ടുകൾ കൃത്യമായി ഓർക്കുന്നില്ല. അത്രമേൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നജീബ് കാന്തപുരം സ്വന്തം മണ്ഡലത്തിൽ ഇതാ ഭൂരിപക്ഷം 10,000-ന് മുകളിലേക്ക് എത്തിക്കുന്നു. പാലക്കാട് വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിലെത്തുന്നു. ഇപ്പോഴിതാ NDAയുടെ ടാലി 1-ൽ നിന്ന് 2-ലേക്ക് വീണ്ടും മാറാൻ സമയമായിരിക്കുന്നു. പാലക്കാട് 2728 വോട്ടുകൾക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ 2728 വോട്ടുകൾക്ക് പാലക്കാട് ശോഭ മുന്നിൽ. ഒരു ഘട്ടത്തിൽ രമേശ് പിഷാരടി മുന്നിൽ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ശോഭ മുന്നിൽ എന്ന് വേണം കരുതാൻ. പക്ഷേ അവിടെ ഒരുപാട് കണക്കുകൾ നമുക്ക് ബാക്കിയുണ്ട്. അവസാനം എണ്ണുന്ന മേഖലകളിലൊക്കെ കോൺഗ്രസിന് ആധിപത്യമുള്ള മേഖലകളാണ്. അതുകൊണ്ട് ശോഭയുടെ ഭൂരിപക്ഷം ഇപ്പോൾ വീണ്ടും എന്താ സംഭവിക്കുന്നത്? പാലയിൽ മാണി സി കാപ്പൻ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു. 5000-ലേക്ക് മാണി സി കാപ്പന്റെ ലീഡ് ഉയരുന്നു. പാലയിൽ മാണി സി കാപ്പൻ UDF മന്ത്രിസഭയിൽ മന്ത്രിയായൊക്കെ ക്ലെയിം ചെയ്യാനുള്ള ഒരാളാണ്. മാണി സി കാപ്പൻ 5000-ലേക്ക് തീർച്ചയായും. അതായത് കേരള കോൺഗ്രസിന് കനത്ത തിരിച്ചടി. അതുമാത്രമല്ല ഇപ്പോഴിതാ ജോസ് കെ മാണിക്ക് ഒരിക്കൽ കൂടി വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അത് മാണി സി കാപ്പൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തഗ് ഡയലോഗുകൾ കൊണ്ട് ഇട്ടതാണ്. പ്രത്യേകിച്ച് തോറ്റുപോയാൽ അല്ലെങ്കിൽ എതിരാളികൾ ലഡുമേടിച്ചുവെങ്കിൽ പകുതി വിലയ്ക്ക് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ അതേ മാണി സി കാപ്പനാണ് ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി ജോസ് കെ മാണിയെ വിറപ്പിക്കുന്നത്. KPCC ആസ്ഥാനത്ത് കേക്ക് മുറിക്കുന്നു. വലിയ കേക്കാണ്.